നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട് സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന നൽകണമെന്നാവശ്യം. കോട്ടയത്ത് സ്കൂൾ പാചക തൊഴിലാളി AITUC-യുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ. ചിറക്കടവ് ദേശം ഒരുങ്ങി. ദേശാധിപന്റെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. അനുഗ്രഹം തേടി ആയിരങ്ങളെത്തും. പാലാ പയപ്പാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയത് കാരണമായി. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് ഗുണ്ടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാം പ്രസാദിന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിച്ചു. മുന്നോട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് വി.ഡി. സതീശൻ കുടുംബത്തിന് ഉറപ്പു നൽകി. കോട്ടയത്ത് ഗുണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ ശ്യാം പ്രസാദിന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് വി.ഡി. സതീശൻ കുറുപ്പന്തറ മാഞ്ഞൂരിലെ വീട്ടിലെത്തിയത്. ശ്യാം പ്രസാദിന്റെ അമ്മ ജാനകിയെയും ഭാര്യ യെയും കുട്ടികളെയും വി.ഡി. സതീശൻ ആശ്വസിപ്പിച്ചു. മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിച്ചു. ഈ മാസം 3-ാം തീയതി പുലർച്ചെയാണ് കോട്ടയം കാരിത്താസ് ജംഗ്ഷനിൽ സംഘർഷം തടയാൻ ശ്രമിച്ച ശ്യാം പ്രസാദിന് ക്രൂര മർദ്ദനമേറ്റത്. ക്രിമിനൽ കേസിലെ പ്രതി മാമൂട് സ്വദേശി ജിബിൻ ജോർജാണ് ശ്യാം പ്രസാദിനെ മർദ്ദിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നെഞ്ചിലുണ്ടായ ക്ഷതവും രക്തസ്രാവവും മൂലം മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC സമരപ്രഖ്യാപന കൺവെൻഷൻ കോട്ടയത്ത് നടന്നു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകണമെന്ന് ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന നൽകണമെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കോട്ടയത്ത് സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞ സാമ്പത്തിക വരുമാനക്കാരായ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ബജറ്റിലും ധനവിനിയോഗത്തിലും ആദ്യ പരിഗണന നൽകി സംരക്ഷിക്കണമെന്നും KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ വിഷയങ്ങൾ, ആവശ്യങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളാണ് ചർച്ച ചെയ്ത് യൂണിയൻ എന്ന രീതിയിൽ, നമ്മുടെ പ്രസ്ഥാനം എന്ന രീതിയിൽ അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, ബന്ധപ്പെട്ട അധികൃതരുടെ മുമ്പിൽ, ഒപ്പം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, പൊതുസമൂഹവും അറിയണം വിഷയങ്ങൾ. പ്രസിഡന്റ് KK അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ AITUC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PK സന്തോഷ് കുമാർ, യൂണിയൻ ജനറൽ സെക്രട്ടറി PG മോഹനൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P പ്രദീപ്, ട്രഷറർ ആലീസ് തങ്കച്ചൻ, ജോയിന്റ് സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇനി ചിറക്കടവിന് ഭക്തിയുടെ പുണ്യനാളുകൾ. ദേശാധിപൻ മഹാദേവന്റെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച വൈകിട്ട് കൊടിയേറും. ദേശാധിപന്റെ തിരുവുത്സവത്തിനായി നാടൊരുങ്ങി. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച വൈകിട്ട് കൊടിയേറും. ലോക വൈദ്യനാഥനായ ചിറക്കടവ് മഹാദേവൻ ശങ്കരനാരായണ മൂർത്തി ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് വിഴിക്കത്തോട് ചിറ്റടിയിൽ കുടുംബത്തിൽ നിന്നും കൊണ്ടുവരുന്ന കൊടിക്കൂറ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലെത്തും. തുടർന്ന് കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം നടക്കും. 6:30-ന് നടക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരര് തൃക്കൊടിയേറ്റും. മേൽശാന്തി പെരുന്നാട്ടിൽ മനോജ് നമ്പൂതിരി സഹകാർമ്മികനാകും. 2-ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 11 മുതൽ 8-ാം ഉത്സവ ദിനമായ 17-ാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ 10-ന് ഉത്സവബലിയും തുടർന്ന് ഉത്സവ ബലി ദർശനവും നടക്കും. 17-ാം തീയതി രാത്രി 10-ന് ഋഷഭവാഹനം എഴുന്നള്ളിപ്പുണ്ടാവും. 9-ാം ഉത്സവ ദിനമായ 18-ാം തീയതിയാണ് പള്ളിവേട്ട. വൈകിട്ട് 4 മണിക്ക് കാഴ്ചശ്രീ ബലി അരങ്ങേറും. രാത്രി 1 മണിക്കാണ് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്. 19-ാം തീയതി രാത്രി 7 മണിക്ക് തിരുവാറാട്ട് നടക്കും. രാത്രി 1:30-ന് ആറാട്ട് വരവും 2 മണിക്ക് എതിരേൽപ്പും നടക്കും. പുലർച്ചെ 5-ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. തിരുവുത്സവ ദിനങ്ങളിൽ കലാവേദിയിൽ കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേള, വിവിധ നൃത്തസന്ധ്യകൾ, ബാലെ, നാടകം, കഥകളി, സംഗീത സദസ്സ്, വയലിൻ, ചെണ്ട ഫ്യൂഷൻ, ആശാശരത്തിന്റെ നൃത്തസന്ധ്യ, ജാസി ഗിഫ്റ്റ് നയിക്കുന്ന ഗാനമേള എന്നിവയും ആറാട്ട് ദിനത്തിൽ NJ നന്ദിനിയുടെ ആറാട്ട് കച്ചേരിയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പയപ്പാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 3 യാത്രക്കാർക്ക് പരിക്കേറ്റു.
മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയിൽ പാലാ തൊടുപുഴ റോഡിൽ പൈപ്പാറിലാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഇന്ന് രാവിലെ 10:15 ആയിരുന്നു കാറിൽ 3 യാത്രക്കാർ ഉണ്ടായിരുന്നു. പരിക്കുകൾ ആരുടെയും സാരമുള്ളതല്ല. പാലായിൽ നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോയ കാറും സേലത്ത് നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് ലോഡുമായി വന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. റോഡിൽ പൊട്ടിയൊഴുകിയ ഡീസൽ ഫയർഫോഴ്സ് എത്തി നീക്കി. പാലാ പോലീസും സംഭവസ്ഥലത്തെത്തിയിരുന്നു. റോഡ് നവീകരണത്തിന് ശേഷം ദിവസേന ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെയും പാലാ തൊടുപുഴ റോഡിൽ വിവിധയിടങ്ങളുമായി ഉണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലായിൽ കൃഷിയിടത്തിൽ നിന്നും വിഗ്രഹങ്ങൾ കണ്ടെടുത്തു. ശിവലിംഗവും പാർവതി ദേവിയുടെ വിഗ്രഹവുമാണ് ലഭിച്ചത്. പാലാ RV ജംഗ്ഷന് സമീപം കൃഷിയിടത്തിൽ JCB ഉപയോഗിച്ച മണ്ണ് ഇളക്കുന്നതിനിടയിലാണ് വിഗ്രഹങ്ങൾ കിട്ടിയത്. ശിവലിംഗവും പാർവതീദേവിയുടെ വിഗ്രഹവുമാണ് ലഭിച്ചത്. 100-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം പിന്നീട് നാമാവശേഷമായി പോയിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു 100-200 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഒരു 100 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു. അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം, അതിൻ്റെ തറയില്ല, വിഗ്രഹങ്ങളില്ല, അങ്ങനെ ഇരുന്ന അവസ്ഥയിലായിരുന്നു. ഇന്നലെ ഇവിടെ JCBക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത്. ഇവിടെയുള്ള എല്ലാവർക്കും, സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടറിയാം. ഇതിന് ചുറ്റും കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്ന ക്ഷേത്രം എല്ലാവരുടെയും അവഗണന കൊണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണന കൊണ്ട് ഈ ക്ഷേത്രം നശിച്ചുപോയി. പുതുപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു. നല്ല രീതിയിൽ നടന്നു വന്ന ക്ഷേത്രം പിന്നീട് നാശത്തിലേക്ക് നീങ്ങുകയും ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും ചെയ്തു. ക്ഷേത്രം വരുന്ന സ്ഥലം കൈവശമുണ്ടായിരുന്ന കുടുംബം പ്രസ്തുത സ്ഥലം ബിഷപ്പ് ഹൗസിന് നൽകുകയും ചെയ്തു. ഇപ്പോൾ കൃഷിക്കായി മണ്ണ് നീക്കിയ സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ശിവലിംഗത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഭക്തരെത്തിയ ദീപം തെളിയിച്ചു. കഴിഞ്ഞ 6 മാസം മുൻപ് വെള്ളപ്പാട് ക്ഷേത്രത്തിൽ പ്രസിദ്ധ ജ്യോതിഷൻ വടകര ചേറോട് ശ്രീനാഥ് പണിക്കർ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നതടക്കമുള്ള പ്രവചനങ്ങൾ നടത്തിയിരുന്നു. വിഗ്രഹങ്ങൾക്ക് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട്. മുന്നിട്ടുള്ള കാര്യങ്ങൾ ആചാര്യന്മാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു. നാമാവശേഷമായി പോയ നിരവധി ക്ഷേത്രങ്ങൾക്കിടയിൽ നിന്നും തണ്ടളത്ത് മഹാദേവ ക്ഷേത്ര ചരിത്രം ഇപ്പോൾ ജനശ്രദ്ധയിലേക്ക് എത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. അംഗനവാടികളിൽ ഇനി ബിരിയാണി കാലം. അംഗനവാടിയിൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ദേവികുളം സ്വദേശി ശംഖുവിന്റെ ആവശ്യം വൈറലായതോടെയാണ് പനച്ചിക്കാട് 13-ാം വാർഡിലെ മുട്ടച്ചിറ അംഗനവാടിയിലും ബിരിയാണി നൽകിയത്. പഞ്ചായത്ത് അംഗം ശാലിനി തോമസ് ആണ് കുഞ്ഞുങ്ങൾക്ക് ബിരിയാണിയും പൊരിച്ച കോഴിയും തയ്യാറാക്കി നൽകാൻ മുൻകൈയെടുത്തത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് ബിരിയാണിയും എന്തോ പൊരിച്ച കോഴി പറയാം കേട്ടോ. നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. ശംഖുവിന്റെ നിഷ്കളങ്കമായ ആവശ്യം വൈറലായതോടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ മുട്ടച്ചിറ അംഗൻവാടിയിൽ കുട്ടികൾക്ക് കുശാലായി. വെള്ളിയാഴ്ച കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ബിരിയാണിയും പൊരിച്ച കോഴിയും വാർഡ് മെമ്പർ ശാലിനി തോമസ് കാശ് മുടക്കി ബിരിയാണിക്ക് വേണ്ട വിഭവങ്ങൾ വാങ്ങി നൽകി. അംഗൻവാടി വർക്കർ സാലമ്മയും ഹെൽപ്പർ ബിന്നിയും ചേർന്ന് ബിരിയാണി തയ്യാറാക്കി. ഉച്ചയ്ക്ക് ചോറിന് പകരം ബിരിയാണിയാണെന്നറിഞ്ഞതു മുതൽ കുട്ടികളും ആവേശത്തിലായിരുന്നു. പായ വിരിച്ച് കൈയും കഴുകി ബിരിയാണി കഴിക്കാൻ തയ്യാറായി കുട്ടികളിരുന്നു. കുട്ടികളുടെ പാത്രങ്ങളിൽ ബിരിയാണി റൈസും ചിക്കൻ കറിയും സലാഡും പപ്പടവും വിളമ്പി. ബിരിയാണിയിൽ പപ്പടവും പൊടിച്ചു ചേർത്ത് സന്തോഷത്തോടെ കുട്ടികൾ കഴിച്ചു തുടങ്ങി. ചിക്കൻ കറിക്ക് പുറമെ ചിക്കൻ വറുത്തതും കൂടി എത്തിയപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം. ഇനിയും എല്ലാ മാസവും കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി നൽകുമെന്ന് അധ്യാപിക കൂടിയായ വാർഡ് മെമ്പർ ശാലിനി പറഞ്ഞു. ശംഖു ബിരിയാണി ആവശ്യപ്പെട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാനും വിചാരിച്ചു നമ്മുടെ വാർഡിലെ അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ബിരിയാണി കൊടുക്കാം, ഒരു തുടക്കമാവട്ടെ. എല്ലാ മാസവും ഓരോ ദിവസം നമ്മൾ കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു പ്രൈമറി സ്കൂൾ HM കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് വളരെ സന്തോഷകരമാണ്. അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ഒരു സന്തോഷം ലഭിക്കട്ടെ. ബിരിയാണി എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കാതെയായിരുന്നു റൊഹാന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ്. ഇന്ന് പവന് 120 രൂപ കൂടി 63,560 രൂപയായി. 7,945 രൂപയാണ് ഗ്രാമിന്റെ വില. പുതുപ്പള്ളി പഞ്ചായത്തിൽ പോത്തൻകുട്ടികളെ വിതരണം ചെയ്തു. 10 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പോത്തൻകുട്ടികളെ നൽകിയത്. പുതുപ്പള്ളി പഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തിലെ പോത്തുകുട്ടി വിതരണത്തിന് അപേക്ഷകരായ 40 പേരെ തിരഞ്ഞെടുക്കുകയും ആദ്യത്തെ 10 പേർക്കുള്ള പോത്തിൻകുട്ടികളെ വിതരണം ചെയ്യുകയും ചെയ്തു. കൈതപ്പാലം മൃഗാശുപത്രിയിലായിരുന്നു വിതരണം. ഉപഭോക്താക്കളിൽ നിന്ന് 8,000 രൂപയും ബാക്കി തുക പഞ്ചായത്തും നൽകിയാണ് പോത്തുകളെ മേടിച്ച് വിതരണം ചെയ്തത്. 1 വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ട്. ഇൻഷുറൻസ് കാലയളവിൽ പോത്തിൻകിടാവ് മരണപ്പെട്ടാൽ ഉപഭോക്താവിന് 16,000 രൂപ നഷ്ടപരിഹാരം ലഭിക്കും. പുതുപ്പള്ളി കൈതേപ്പാലം വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ ജേക്കബ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 45 പേർക്കാണ് നമ്മൾ പോത്തുകുട്ടിയെ വിതരണം ചെയ്യുന്നത്. നമ്മൾ എല്ലാ വർഷവും ഈ പദ്ധതി നമ്മൾ പ്രോജക്റ്റ് വെച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. നമുക്കിപ്പോൾ 19 പേരാണ് നമ്മൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ 9 പേർക്കാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ധാതു ലവണങ്ങളെ ഇൻസെൻറ്റീവ് എല്ലാ പദ്ധതികളും നമ്മൾ പ്രോജക്റ്റും നമ്മളിവിടെ കൊടുക്കുന്നതാണ് എല്ലാ വർഷവും. നല്ല രീതിയിൽ നമ്മുടെ ഈ പദ്ധതികൾ വിജയകരമായി തീരട്ടെ. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു വെറ്റിനറി ഡോക്ടറാണെങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. ഡോക്ടറുടെ കഴിവുകൊണ്ടാണ് നമ്മളിതെല്ലാം ആദ്യം തന്നെ ഈ പദ്ധതികൾ പ്രോജക്റ്റുകൾ നമ്മുടെ മാർച്ചിന് മുമ്പ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടത്തി വരുന്നത്. വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, ശാന്തമ്മ തോമസ്, ജിനു വി കുമാർ, സൂസൻ ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തകടിക്കൽ ആയുർവേദ വൈദ്യശാല ചിറക്കടവ് കളമ്പുകാട്ട് കവലയിൽ പ്രവർത്തനം തുടങ്ങി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി തകടിക്കൽ ആയുർവേദ വൈദ്യശാല തെക്കേത്ത് കവലയ്ക്ക് സമീപം കളമ്പുകാട്ട് കവലയിൽ പ്രവർത്തനം തുടങ്ങി. ശാന്തമായ അന്തരീക്ഷത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ വൈദ്യശാല പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സ, പ്രസവാനന്തര ശുശ്രൂഷ, കിഴി, പിഴിച്ചിൽ എന്നിവയെല്ലാം ലഭിക്കും. ഡോക്ടർ സീത R പ്രസാദിന്റെ മേൽനോട്ടത്തിലാണ് ചികിത്സകൾ നടക്കുന്നത്. ആമവാദം, രക്തവാദം, തളർവാദം, പ്രമേഹം, ആസ്മ, തലവേദന, മുടികൊഴിച്ചിൽ, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, നടുവേദന, മുട്ടുവേദന, ത്വക്ക് രോഗങ്ങൾ തുടങ്ങി എല്ലാവിധ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സ ലഭിക്കും. രാവിലെ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ആയുർവേദ വൈദ്യശാല ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമ കാര്യദർശി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആയുർവേദം നമ്മളുടെ ആയുസ്സിന് വേണ്ടി വേദം വിധിച്ചിട്ടുള്ളതാണ്. വേദശാഖയാണ്, ഉപവേദമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും, ആയുസ്സിനെ നീട്ടിത്തരും. ഇതാണ് ആയുർവേദത്തിൻ്റെ മെച്ചം. ആയുർവേദം കൊണ്ട് നമുക്ക് മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല. ആ ആയുർവേദ ഔഷധങ്ങളിലൂടെ ആയുർവേദ ചികിത്സയും നമ്മൾ സ്വീകരിച്ചാൽ, ആയുർവേദത്തിൻ്റെ ക്രിയകൾ ഒക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ബ്ലോക്ക് മെമ്പർ B രവീന്ദ്രൻ നായർ, പത്മിനി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ ഡോക്ടറുടെ സേവനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിപുലീകരിച്ച തിമിര ശസ്ത്രക്രിയ വിഭാഗവുമായി കോട്ടയം ASG വാസൻ ഐ ഹോസ്പിറ്റൽ. മുതിർന്ന പൗരന്മാർക്ക് മാർച്ച് 9 വരെ OP ചികിത്സ സൗജന്യമായി ലഭിക്കും. തിമിര ശസ്ത്രക്രിയ വിഭാഗം വിപുലീകരിച്ച് കോട്ടയം ASG വാസൻ ഐ ഹോസ്പിറ്റൽ. തിമിര ശസ്ത്രക്രിയ വിദഗ്ധരുടെ മുഴുവൻ സമയ സേവനവും ലഭ്യമായതിനാൽ രോഗികൾക്ക് ഏതുതരം തിമിര ചികിത്സകൾക്കും ഇവിടെ വിദഗ്ധ പരിചരണം ലഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മാർച്ച് 8 വരെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ OP ചികിത്സയും ലഭിക്കും. വിദഗ്ധ ഡോക്ടർമാർ തിമിരത്തിനായുള്ള ഏറ്റവും മികച്ച ലെൻസുകളും ചികിത്സാ മാർഗങ്ങളുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മെഡിസിപ്പ് ഉൾപ്പെടെ എല്ലാ ഇൻഷുറൻസുകളും ആശുപത്രി സ്വീകരിക്കുന്നുണ്ട്. കാറ്ററാക്ട് സർജനായ ഡോക്ടർ വൈശാഖ് തോമസ് ആണ് ടീമിനെ നയിക്കുന്നത്. രോഗികൾക്ക് സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ വിദഗ്ധരുടെ ടീം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നതെന്ന് ASGI ഹോസ്പിറ്റൽ ബിസിനസ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ഡയറക്ടറായ ഡോക്ടർ PK പങ്കജ് പറഞ്ഞു. തിമിര ശസ്ത്രക്രിയ, റിഫ്രാക്റ്റീവ് ശസ്ത്രക്രിയ, കാഴ്ച പുനരധിവാസ സേവനങ്ങൾ, ന്യൂറോ ഒഫ്താൽമോളജി, യുവൈറ്റിസ്, റെറ്റിന, ഗ്ലോക്കോമ, കോർണിയ, ഒക്യുലോപ്ലാസ്റ്റി സേവനങ്ങൾ ഉൾപ്പെടെ നേത്രപരിചരണവുമായി ബന്ധപ്പെട്ട സമഗ്ര സേവനങ്ങൾ ആശുപത്രി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 1 month എല്ലാ സീനിയർ സിറ്റിസൺസിനും ഫ്രീ ചെക്കപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി എല്ലാവർക്കും ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഫെസിലിറ്റിയാണ് അത്. ആരും കൊടുക്കാറില്ല. കാരണം എല്ലാ പേഷ്യൻസും ഇവിടെ വരുന്നത് സീനിയർ സിറ്റിസൺസിനും, ഓൾമോസ്റ്റ് ഓൾ പേഷ്യൻസിനും ഒരു
ഇതിൻ്റെ ഫ്രീ ചെക്കപ്പ് ലഭിക്കുന്നതാണ്. പിന്നെ കാറ്ററാക്റ്റിൻ്റെ സർജറിക്ക് നമുക്ക് കാറ്ററാക്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിന് പകരമായിട്ടൊരു ലെൻസ് ഇടേണ്ടതായിട്ട് വരും. ആ ലെൻസുകളിൽ പല ടൈപ്പ് മോണോഫോക്കൽ ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൾട്ടിഫോക്കലും ട്രൈഫോക്കൽ ലെൻസുകളും സ്റ്റോറേജ് ലെൻസുകളും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ. അതെല്ലായിടത്തും ആയി വരുന്നതേ ഉള്ളൂ, ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും കോമൺ പേഷ്യൻസിന് യൂസ് ചെയ്യാവുന്നതാണ്. കാറ്ററാക്ട് സർജനായ ഡോക്ടർ വൈശാഖ് തോമസ്, ജനറൽ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ മിന്റു മരിയ ജോസ്, ഗ്ലോക്കോമ ആൻഡ് മെഡിക്കൽ റെറ്റിന സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ആഷ ജെയിംസ്, ബിസിനസ് ഡെവലപ്മെന്റ് റീജിയണൽ ഹെഡ് ദീപക് നായർ, ഓപ്പറേഷൻസ് റീജിയണൽ ഹെഡ് ഹിമാൻഷു മാഥൂർ, ഓപ്പറേഷൻസ് ക്ലസ്റ്റർ ഹെഡ് സുമിത് കെ സുരേന്ദ്രൻ എന്നിവർ കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: പത്തനാട് ഇടയിരിക്കപ്പുഴ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴുക്കാകുളം മുതൽ ഇടയിരിക്കപ്പുഴ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്തെ ഗതാഗതം ഫെബ്രുവരി 13 വരെ നിരോധിച്ചു. കാഞ്ഞിരപ്പാറയിൽ നിന്നും ഇടയിരിക്കപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പഴുക്കാകുളം ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പത്തനാട് വഴി പോകണം. ഇടയിരിക്കപ്പുഴയിൽ നിന്നും കാഞ്ഞിരപ്പാറ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പത്തനാട് പഴുക്കാകുളം വഴിയും പോകണം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റം നടത്തിയ രോഗികൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിനായി സമീപ പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 13 രാവിലെ 11:30 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 048125636612. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവരെ സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി നിയമിക്കുന്നതിനായി ആരോഗ്യവകുപ്പുമായി ചേർന്ന് പട്ടികവർഗ വകുപ്പ് നടപ്പാക്കുന്ന ട്രൈബൽ പാരാമെഡിക്സ് ട്രെയിനി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നഴ്സിംഗ്, ഫാർമസി, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ബിരുദമോ ഡിപ്ലോമയോ ഉള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 21-35 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം കാഞ്ഞിരപ്പള്ളി ITD പ്രോജക്ട് ഓഫീസിൽ ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 048282022751. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട് സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന നൽകണമെന്നാവശ്യം. കോട്ടയത്ത് സ്കൂൾ പാചക തൊഴിലാളി AITUCയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ. ചിറക്കടവ് ദേശം ഒരുങ്ങി. ദേശാധിപന്റെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. അനുഗ്രഹം തേടി ആയിരങ്ങളെത്തും. പാലാ പയപ്പാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയത് കാരണമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.